നമസ്കാരം. യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് ഏതെങ്കിലുമൊക്കെ ബ്രാൻഡുകൾ എല്ലാ മാസവും വന്ന് ഒരു നല്ല തുക യൂട്യൂബിൽ നിന്ന് ബ്രാൻഡ് പ്രൊമോഷനിലൂടെ ഉണ്ടാക്കണമെന്നുള്ളത്. പക്ഷേങ്കിൽ എല്ലാ ക്രിയേറ്റേഴ്സിനും ഇങ്ങനെ പ്രോപ്പറായിട്ട് ബ്രാൻഡ് പ്രൊമോഷൻസ് ഒന്നും കിട്ടുന്നില്ല. ചെറിയ ചാനലാണെന്നുണ്ടെങ്കിൽ അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, വ്യൂ കുറവാണ്, അങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞ് പലപ്പോഴും ബ്രാൻഡ് പ്രൊമോഷൻസ് നഷ്ടപ്പെടും. ഇനി വലിയ ചാനലാണെങ്കിൽ പോലും പലപ്പോഴും ബ്രാൻഡ് പ്രൊമോഷൻ പ്രോപ്പറായിട്ട് കിട്ടാറില്ല. അപ്പോൾ ഈ ബ്രാൻഡ് പ്രൊമോഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെന്ന് ബ്രാൻഡുകളെ അപ്രോച്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കത്തില്ല. പലപ്പോഴും നമ്മൾ അങ്ങോട്ട് പോയിട്ട് എനിക്കൊരു പ്രൊമോഷൻ വേണമെന്ന് പറയുമ്പോൾ ഈ ബ്രാൻഡുകൾ അവരുടെ ഡിമാൻഡുകൾ കൂട്ടും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ബ്രാൻഡുകൾ നമ്മളെ ഇങ്ങോട്ട് സമീപിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെങ്കിൽ എങ്ങനെ ബ്രാൻഡുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ ബ്രാൻഡുകൾക്ക് നമ്മളിലേക്ക് എങ്ങനെ എത്താൻ പറ്റും, ഇതൊരു വലിയ ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ചാനലിലൊക്കെ പറ്റിയ പ്രൊമോഷനുകൾ കൊടുക്കാൻ പറ്റിയ ബ്രാൻഡുകൾ ഒരുപാട് മാർക്കറ്റിലുണ്ട്. അവരിങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ അവർക്കൊന്നും നമ്മളിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ദ മേക്കേഴ്സ് കണക്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലൊരു ഇന്റർഫേസ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്രിയേറ്റർ രജിസ്റ്റർ ചെയ്യുക. ഇവിടെ ബിസിനസ് പ്രൊമോട്ടർ ഉണ്ട്, അത് ചെയ്യേണ്ട കാര്യമില്ല. അത് ബിസിനസ്സുകാരാണ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ആരാണോ പ്രൊമോഷൻ തരേണ്ടത് അവരായിരിക്കും അങ്ങനെയുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റർ രജിസ്റ്റർ ചെയ്യുക. ഇവിടെ നമ്മുടെ നെയിം കൊടുക്കണം, കൺട്രി സെലക്ട് ചെയ്യണം, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, പാസ്വേഡ്, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ആയതിനു ശേഷം ജസ്റ്റ് ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഇതിൽ ലോഗിൻ ചെയ്യുക. അപ്പൊ ഞാൻ ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ എന്റെ പ്രൊഫൈൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബ്ലൂ ടിക്ക് കിട്ടാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഓരോ കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുക. അപ്പൊ മൈ പ്രൊഫൈലിൽ വന്നതിന് ശേഷം നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യണം. സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ URL, നമ്മളുടെ പ്രൊഫൈൽ URL നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. themakers.com ഷിജോ പി എബ്രഹാം എന്നാണ് എന്റെ ഒരു URL. ഇത് ഈ ഒരു പേര് വെച്ചിട്ട് ഈ ദ മേക്കേഴ്സ് കണക്കിൽ വന്ന് ആര് സെർച്ച് ചെയ്യുന്ന പറഞ്ഞാൽ എന്റെ പ്രൊഫൈൽ അവർക്ക് ലഭിക്കും. അപ്പൊ ഈ പ്രൊഫൈൽ ലഭിക്കുക മാത്രമല്ല, ഈ പ്രൊഫൈലിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം, മറ്റുള്ളവരെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതായത് ഫേസ്ബുക്ക് ഒക്കെ പോലെയുള്ള പരിപാടിയും ഇതിന്റെ അകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ കാര്യം ഇതല്ല. ഈ പ്രൊഫൈൽ സെഷനിൽ ഏറ്റവും താഴേക്ക് വരുന്നുണ്ട്. ഇവിടെ 3-4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ, അതേപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഇതിലേക്ക് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ അത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്റെ ചാനല് അതേപോലെ ഇൻസ്റ്റാഗ്രാം രണ്ടും ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് യൂട്യൂബ് ആദ്യം ആഡ് ചെയ്യണം. ഇവിടെ ഫേസ്ബുക്ക് കിടക്കുന്നുണ്ട്. ഈ ഫേസ്ബുക്കിന്റെ ഇവിടെ ഒരു പെൻ ഐക്കൺ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഫേസ്ബുക്കിന്റെ ലിങ്ക്, പേജിന്റെ നെയിം, എത്ര ഫോളോവേഴ്സ് ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ മാത്രം കൊടുത്ത് സേവ് ചെയ്താൽ മതി. നമ്മുടെ അക്കൗണ്ടിന്റെ പാസ്വേഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ഒന്നും തന്നെ നമുക്ക് ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഇവിടെ സർവീസ് ഏരിയ ഏതാണെന്നുള്ളത്, അതായത് നമ്മൾ എന്ത് കാര്യങ്ങളാണ് യൂട്യൂബിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഒക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ കൊടുക്കണം. ഞാനിവിടെ എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി, ബിസിനസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. നമുക്ക് വേണ്ടത് പ്രൊമോഷൻസ് ആണ്. പ്രൊമോഷൻസ് കിട്ടാനായിട്ട് നേരെ വന്നിട്ട് ഇതിന്റെ ഈ പ്രൊഫൈൽ ഒന്ന് കംപ്ലീറ്റ് ആക്കണം. പ്രൊഫൈലിൽ വരുന്ന അഡ്രസ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. ഇവിടെ ഒരു പെൻ ഐക്കൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ അഡ്രസ് എന്താണോ അത് കൊടുക്കണം. അതിനുശേഷം താഴെ ബില്ലിംഗ് അഡ്രസ് ഉണ്ട്. അതിൽ വന്നു കഴിഞ്ഞാലും സെയിം അഡ്രസ് ആണെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഡ്രസ് കൊടുക്കാം. പിന്നെ KYC ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ KYC ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു വെബ്സൈറ്റിന്റെ ത്രൂ പ്രൊമോഷൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്തായാലും KYC ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പേ ഔട്ട് കിട്ടത്തില്ല. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് നേരത്തെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് KYC ചെയ്യാം. അതിനുശേഷം GST ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഏറ്റവും താഴെയായിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങളുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത്. അതായത് പ്രൊമോഷൻ ഈ ഒരു വെബ്സൈറ്റിന്റെ ത്രൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊമോഷന്റെ പൈസ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത്. അപ്പം ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളൊന്ന് ആദ്യം ഫില്ല് ചെയ്യുക. ഇതിന്റെ താഴെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്, സർവീസസ് എന്ന് പറയുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റലോഗ് കിട്ടും. കാറ്റലോഗിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചാനലിന്റെ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യുക. അതായത് കാറ്റലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ഇപ്പം ഈ ഒരു വെബ്സൈറ്റിന്റെ ത്രൂ നിങ്ങളുടെ പേജിലേക്ക് വന്നു. അതിനുശേഷം ഈ കാറ്റലോഗ് ആയിരിക്കും ആദ്യം നോക്കുന്നത്. അവർ പ്രൊമോഷന് വേണ്ടി കാറ്റലോഗ് നോക്കും. അവർ യൂട്യൂബ് ഷോർട്സ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് വീഡിയോയ്ക്ക് എത്ര രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. നോക്കിയാൽ ഞാൻ ഇവിടെ യൂട്യൂബ് ഷോർട്സ് പ്രൊമോഷൻ എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രാൻഡ് ഇപ്പം എന്റെ പേജിലേക്ക് വന്ന് എന്റെ പ്രൊഫൈലിലേക്ക് വന്നിട്ട് എന്റെ യൂട്യൂബ് പ്രൊമോഷൻ ഷോർട്സിന്റെ എത്ര ആണെന്ന് അവർക്ക് നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. 2 മിനിറ്റ്സ് ഡ്യൂറേഷൻ വരെയുള്ള വീഡിയോയ്ക്ക് 15,000 രൂപ ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വേരി ചെയ്തിരിക്കും. ചിലപ്പോൾ ഈ മാസം 15,000 ആണെങ്കിൽ അടുത്ത മാസം 10,000 ആക്കാം. അതിനുശേഷം നിങ്ങൾക്ക് അതിനൊക്കെ കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടാം.
നിങ്ങളുടെ ചാനലിന്റെ റീച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ വീഡിയോ പെർഫോമൻസിനും അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെയും ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഞാനത് പറഞ്ഞുതരാം. നോക്കി, ഇവിടെ ഞാൻ കുറെ കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂട്യൂബ് ഡെഡിക്കേറ്റഡ് വീഡിയോ പ്രൊമോഷൻ എത്ര രൂപയാണ് ചാർജ്, അതിന്റെ കുറെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് ഇന്റഗ്രേറ്റഡ് വീഡിയോയുടെ ചാർജ് എത്രയാണ്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് പ്രയോജനങ്ങളാണുള്ളത്. ഒന്ന്, ഒരു ബ്രാൻഡിന് വളരെ ഈസി ആയിട്ട് അവരുടെ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യേണ്ട ചാനലുകൾ ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ട്, ക്രിയേറ്ററിന് വളരെ ഈസി ആയിട്ട് ഈ ഒരു സൈറ്റിന്റെ ത്രൂ പ്രൊമോഷൻസ് എടുക്കാനും സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനമായിട്ട് തോന്നുന്നത്. ഇനി എങ്ങനെയാണ് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാറ്റലോഗ് ലിസ്റ്റ് എന്ന് പറയുന്ന സെക്ഷന്റെ ഏറ്റവും മുകളിലായിട്ട് ഷെയർ, കാറ്റലോഗ് ഓർഡർ, അതേപോലെ ക്രിയേറ്റ് കാറ്റലോഗ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ക്രിയേറ്റ് കാറ്റലോഗിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ടൈറ്റിൽ കൊടുക്കണം. നമ്മൾ ഏത് ടൈപ്പ് വീഡിയോ പ്രൊമോഷന്റെ ഡീറ്റെയിൽ ആണ് കൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കാറ്റലോഗ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പം ഡെഡിക്കേറ്റഡ് യൂട്യൂബ് ഡെഡിക്കേറ്റഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ യൂട്യൂബ് ഡെഡിക്കേറ്റഡ് വീഡിയോ പ്രൊമോഷൻ കൊടുത്തു. ടൈപ്പ് എന്നുള്ളിടത്ത് പ്രൊഡക്റ്റ് റിവ്യൂ ആണോ, അതോ ഓൺ സൈറ്റ് വിസിറ്റ് ആണോ, സർവീസ് പ്രൊമോഷൻ ആണോ, പിന്നെ കൊളാബറേറ്റീവ് പ്രൊമോഷൻ ആണോ, ഈവന്റ് പ്രൊമോഷൻ ആണോ, എന്ത് ടൈപ്പ് പ്രൊമോഷൻ ആണെന്നുള്ളത് ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോയിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം എൻ്റെ ചാനലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രൊഡക്റ്റ് റിവ്യൂസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് റിവ്യൂവിന് ഞാൻ ഡെഡിക്കേറ്റഡ് വീഡിയോയ്ക്ക് എത്ര രൂപ ചാർജ് ചെയ്യും എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുക്കാനായിട്ട് പോകുന്നത്. ലാംഗ്വേജ് ഏതാണെന്നുള്ളത് മലയാളം ആണെങ്കിൽ മലയാളം കൊടുക്കുക, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴൊക്കെ ഉണ്ട്, അതിൽ ഏതാണെന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം സോഷ്യൽ മീഡിയ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മളിവിടെ ഓൾറെഡി ഞാൻ ആദ്യം കാണിച്ചായിരുന്നല്ലോ, രണ്ട് സോഷ്യൽ മീഡിയ ഞാൻ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളൂ, യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും. അപ്പൊ നമ്മൾ ജസ്റ്റ് യൂട്യൂബിലേക്കാണ് ഇത് ചെയ്യുന്നത്. യൂട്യൂബ് സെലക്ട് ചെയ്തു. അതിനുശേഷം കണ്ടന്റ് ഡ്യൂറേഷൻ എത്രയാണെന്നുള്ളത്, അതായത് നമ്മളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ മാക്സിമം എത്ര മിനിറ്റ് വരെയുള്ളതായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പം ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഒരു 10 മിനിറ്റ് വരെയുള്ള വീഡിയോ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. അതിന് ഞാൻ എത്ര രൂപ ചാർജ് ചെയ്യും എന്നുള്ളത് ഞാനിപ്പോൾ ഒരു റഫായിട്ടൊരു എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. ഞാനിവിടെ 25,000 എന്ന് എൻ്റർ ചെയ്തു. അതിനുശേഷം താഴെയായിട്ട് വരുന്നുണ്ട് ഇവിടെ നോട്ട് കൊടുത്തിരിക്കുന്നത് ദ എമൗണ്ട് ഇൻക്ലൂഡ്സ് TDS. ഓക്കെ, അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. പിന്നെ ഡിസ്ക്രൈബ് യുവർ സർവീസ്, അതായത് നമ്മൾ ഈ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഒരു കമ്പനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്യും, ഏത് രീതിയിലായിരിക്കും ആ വീഡിയോ ചെയ്യുന്നത്, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് അതിൽ നമ്മളുടെ സൈഡിൽ നിന്നുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഡിസ്ക്രൈബിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഒരു ബ്രാൻഡ് വന്ന് നമ്മുടെ ആ കാറ്റലോഗ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്കത് മനസ്സിലാവും, ഇന്ന കാര്യങ്ങൾ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും, ഇന്ന രീതിയിലായിരിക്കും വീഡിയോ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രൊമോഷൻ നിങ്ങൾ ചെയ്യുന്നതിന്റെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഡെഡിക്കേറ്റഡ് വീഡിയോ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും എഴുതുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യമേ ഉള്ളൂ. ഇവിടെ സക്സസ്ഫുള്ളി നമ്മുടെ കാറ്റലോഗ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാറ്റലോഗ് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ഒരു ബ്രാൻഡ് ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കും. അപ്പോൾ യൂട്യൂബ് പ്രൊമോഷൻ, മലയാളം ലാംഗ്വേജ്, പ്രൊഡക്റ്റ് റിവ്യൂ, 10 മിനിറ്റുള്ള വീഡിയോ 25,000 രൂപയ്ക്ക് ആണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ള ഒറ്റ നോട്ടത്തിൽ അവർക്ക് മനസ്സിലാവും. അങ്ങനെ ബ്രാൻഡിന് ഈ കാറ്റലോഗ് ഓക്കെ ആയിട്ട് തോന്നി, അവർ ഈ പ്രൈസുമായിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അവർ റിക്വസ്റ്റ് അയക്കുമ്പോൾ ന്യൂ റിക്വസ്റ്റ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ റിക്വസ്റ്റുകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. പെൻഡിങ് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. അപ്രൂവ്ഡ് ആയിട്ടുള്ള റിക്വസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. പേ ഔട്ട് പെൻഡിങ്, അതായത് നമ്മൾ വീഡിയോ എല്ലാം ചെയ്ത് കൊടുത്ത് കഴിയുന്നുണ്ട്, പേ ഔട്ട് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ, അത് പെൻഡിങ് ആണോ എന്താണെന്നുള്ള കാര്യം കറക്റ്റ് അറിയാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ഇപ്പം ഒരു ബ്രാൻഡ് ഇതിൽ വന്നിട്ട് ബ്രാൻഡുമായിട്ട് ഒരു ഡീൽ നടന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു കാറ്റലോഗ് ആണെങ്കിൽ ഈ കാറ്റലോഗിന്റെ ത്രൂ നമുക്ക് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ബ്രാൻഡുമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രൈസ് അതിൽ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഉള്ള ഒരു പരിപാടി ഒന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് എത്രയാണോ കിട്ടാൻ സാധ്യതയുള്ളത്, നിങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് ഒരു 10,000 രൂപയാണെങ്കിൽ കറക്റ്റ് 10,000 രൂപ നിങ്ങൾ ഇവിടെ കൊടുക്കുക. അതിനെ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നുള്ള നെഗോഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് പേയ്മെന്റ് ഇവിടെ കിട്ടും. അതായത് ഈ ഒരു എമൗണ്ട് ഡയറക്റ്റ് ബ്രാൻഡ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആയിരിക്കത്തില്ല സെൻഡ് ചെയ്യുന്നത്. ഇത് ഈ ഒരു ഡീല് കൺഫേം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദ മേക്കേഴ്സ് കണക്ട് ബ്രാൻഡിന്റെ ആ ഒരു എമൗണ്ട് ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് എടുക്കുകയും അല്ലെങ്കിൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് എടുത്ത് അത് ലോക്ക് ചെയ്യും നമ്മളുടെ പേരിൽ. അതിനുശേഷം നമ്മൾ ആ ഒരു പ്രൊമോഷൻ ചെയ്ത് ബ്രാൻഡ് അത് ഓക്കെ ആയി എല്ലാം അപ്രൂവ് ആയി പബ്ലിഷ് ആയി കഴിയുന്നുടനെ ആ ഒരു എമൗണ്ട് ദ മേക്കേഴ്സ് കണക്ട് റിലീസ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് തരികയായിരിക്കും ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു പോളിസി, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ഒരു വെബ്സൈറ്റിലൂടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ സിമ്പിൾ ആണ്. നിങ്ങൾ വന്നിട്ട് മാക്സിമം കാറ്റലോഗുകൾ ക്രിയേറ്റ് ചെയ്യുക. ഒറ്റ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്ത് മാക്സിമം മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാറ്റലോഗ് പല ടൈപ്പിലുള്ളത് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ യൂട്യൂബ് ഡെഡിക്കേറ്റഡ് വീഡിയോയുടെ ചെയ്തു, ഇനി നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സ് ആണെങ്കിൽ ഷോർട്സിന്റെ ചെയ്യുക. അങ്ങനെ എല്ലാ ടൈപ്പിലുള്ളതും ചെയ്യുക. ഇൻസ്റ്റാഗ്രാം റീൽസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും ആണെങ്കിൽ അതിന് രണ്ടിനും കൂടെ എത്ര എമൗണ്ട് ചാർജ് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ അതിനൊരു കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഡെഡിക്കേറ്റഡ് വീഡിയോയും ഷോർട്സും കൂടെ ചെയ്യുമ്പോൾ എത്ര രൂപ ചാർജ് ചെയ്യും അതിന്റെ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്തിടുക. അപ്പോൾ ഓരോ ബ്രാൻഡുകൾ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവർക്ക് ആവശ്യമുള്ള കാറ്റലോഗ് സെലക്ട്
ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കാറ്റലോഗ് നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കാറ്റലോഗ് ആക്റ്റീവ് ആണ്, ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇനാക്റ്റീവ് ആയി. ഇനിയും വേറൊരു ബിസിനസ്സുകാർ വന്നു കഴിഞ്ഞാൽ അത് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കാറ്റലോഗ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു കാറ്റലോഗ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എല്ലാ കാറ്റലോഗും ഇതേപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം നമ്മളിപ്പോൾ ഒരു കമ്പനിയുമായിട്ട് കമ്പനി നമ്മളെ അപ്രോച്ച് ചെയ്തു, അവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നു, ആ ഒരു കാറ്റലോഗ് നമുക്ക് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. നമുക്ക് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാറ്റലോഗ് വേണമെങ്കിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി നമ്മളുടെ ഒരു എമൗണ്ട് ഇപ്പോൾ ഒരു 15,000 രൂപ ഉള്ള എമൗണ്ട് ഈ മാസം 15,000 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്, അടുത്ത മാസം അത് 10,000 രൂപ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എഡിറ്റിംഗ് ഒന്നും തന്നെ കാറ്റലോഗിൽ പറ്റത്തില്ല. നമ്മൾ ജസ്റ്റ് ഇനാക്റ്റീവ് ചെയ്യുക, പുതിയ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത കാറ്റലോഗ് ഈ ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരിക്കും, പക്ഷെങ്കിൽ പുതിയ കാറ്റലോഗുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ മാസവും ഇത് അപ്ഡേറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാറ്റലോഗ് സെക്ഷനിൽ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ഇത് വാട്സപ്പിന്റെ ത്രൂ നമ്മുടെ കാറ്റലോഗ് ഷെയർ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ കാറ്റലോഗ് ഓർഡർ എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത കാറ്റലോഗ് ഓർഡർ വൈസ് നമുക്ക് ഇതേപോലെ പ്രയോറിറ്റി അനുസരിച്ച് മുകളിലേക്കോ താഴേക്കോ ഒക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം കൺഫേമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ചേഞ്ചസ് ഇവിടെ അപ്ലൈ ആവുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് പ്രൊമോഷൻസ് കിട്ടാനായിട്ട് ചെയ്യേണ്ടത്. വേറെ ഒരു പരിപാടിയും ഇല്ല. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് കൊടുത്ത് ഇതിൽ ലിങ്ക് ചെയ്യുക. എന്തെങ്കിലും ഈ ഒരു വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു മൊബൈൽ നമ്പറൂടെ ഞാൻ കൊടുത്തേക്കാം, വാട്സ്ആപ്പ് നമ്പർ. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സ് അവർ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഇതിൽ വേറെ കുറേ പ്രയോജനങ്ങളുണ്ട്. മേക്കേഴ്സ് കണക്ട് എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ നമ്മൾ ഓൾറെഡി ഈവന്റുകൾ അങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ക്രിയേറ്റർ വർക്ക്ഷോപ്പ് നമ്മൾ കൊച്ചിയിൽ വെച്ച് നടത്തിയായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇതിന്റെ ഹോം പേജിൽ കാണാനായിട്ട് സാധിക്കും. കുറേയധികം ക്രിയേറ്റേഴ്സ് വന്നിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്യപ്പെട്ടായിരുന്നു. ഞാനും ആ ഒരു പ്രോഗ്രാമിൽ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഇതുവരെ വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ ഈ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.